Vilakkuvettam Orphanage UP School, Punalur, is in Kollam district. Student-friendly assessment process is an important activity in this school. കഥയൊന്നും കേൾക്കണ്ടേ എൻ്റെ കുട്ടിക്ക്? എന്നും മുത്തശ്ശിയല്ലേ എനിക്ക് കഥ പറഞ്ഞു തരുന്നത്. ഇന്ന് മുത്തശ്ശിക്ക് ഞാനൊരു കവിതയെ കുറിച്ച് പറഞ്ഞു തരാം. മുത്തശ്ശി എന്റെ മടിയിൽ കിടന്നാട്ടെ. മക്കള് പറഞ്ഞു, മുത്തശ്ശി കേട്ടോളാം, മടിയിലൊന്നും കിടക്കുന്നില്ല. മുത്തശ്ശി കിടക്കും. മുത്തശ്ശി പ്രകൃതി തന്നെയാണ് വിദ്യാലയം. ഈ മനോഹരമായ പ്രകൃതിയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടെന്നോ. ആകാശവും ചന്ദ്രനും നക്ഷത്രങ്ങളും മരങ്ങളും പൂക്കളും വണ്ടുകളും അങ്ങനെ അങ്ങനെ. തിങ്കളും താരങ്ങളും തൂവെള്ളി കതിർ ചിഹ്നം തുങ്കമാം വാനിൻ ചോട്ടിൽ ആണെന്റെ വിദ്യാലയം. ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞിടിന വാനം ഇന്നിതാ ചിരിക്കുന്നു പാലൊളി ചിതറുന്നു. മുത്തശ്ശി, കവിത കൊള്ളാമോ? നാളെ എനിക്ക് സ്കൂളിൽ ഈ കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതണം. ഇഷ്ടമുള്ളപ്പോൾ എഴുതാമെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞതെല്ലാം മോള് മനസ്സിൽ സൂക്ഷിച്ച് അങ്ങ് എഴുതിയാൽ മതി. നന്നായിട്ടുണ്ട്. ശരി മുത്തശ്ശി. സിറ്റ് ഡൗൺ. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ഇന്നലത്തെ ആക്ടിവിറ്റികളൊക്കെ എല്ലാവരും ചെയ്തുകൊണ്ടാണോ വന്നേക്കുന്നത്? ടീച്ചർ, എൻ്റെ വിദ്യാലയം എന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതുവാൻ ഞാൻ റെഡിയാണ്. ഇന്ന് എഴുതിക്കോട്ടെ? ആഹാ, മിടുക്കി. ഇന്ന് ഉച്ചയ്ക്ക് വന്നോളൂ, വർക്ക്ഷീറ്റ് എടുത്തു തരാം. ഇന്ന് തന്നെ എഴുതിക്കോളൂ. ശരി ടീച്ചർ. എൻ്റെ വിദ്യാലയം എന്ന കവിതയുടെ നൃത്താവിഷ്കാരം ചെയ്യാൻ ഞാൻ 4 ഗ്രൂപ്പുകളെ ഏർപ്പാടാക്കിയിരുന്നു. 4 ഗ്രൂപ്പും റെഡിയാണോ? ടീച്ചർ, ഞങ്ങളുടെ ഗ്രൂപ്പ് റെഡിയാണ്. ഒന്നാമത്തെ ഗ്രൂപ്പ് റെഡിയാണ്. രണ്ടാമത്തെ ഗ്രൂപ്പോ? ടീച്ചർ, ഞങ്ങളുടെ ഗ്രൂപ്പും റെഡിയാണ്. മൂന്നാമത്തെ ഗ്രൂപ്പ് റെഡിയാണോ? ടീച്ചർ, ഞങ്ങളുടെ ഗ്രൂപ്പ് റെഡിയല്ല, ഞങ്ങൾ നാളെ ചെയ്യാം. റെഡിയായ ഗ്രൂപ്പിന്റെ നൃത്താവിഷ്കാരം നമുക്കിന്ന് കാണാം. ബാക്കിയുള്ളവരുടെ പിന്നീട് കാണാം. ചോട്ടിലാണെന്റെ വിദ്യാലയം. ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞിടിന വാന ഇന്നിതാ ചിരിക്കുന്നു പാലൊളി ചിതറുന്നു. തിങ്കളും താരങ്ങളും തൂവെള്ളി കതിർ ചിഹ്നം തുങ്കമാവാനിൻ ചോട്ടിലാണെന്റെ വിദ്യാലയം. ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞിടിന വാന ഇന്നിതാ ചിരിക്കുന്നു പാലൊളി ചിതറുന്നു. എല്ലാവരും നൃത്താവിഷ്കാരം കണ്ടല്ലോ. വളരെ മനോഹരമായിരുന്നു അല്ലേ? ഈ നൃത്തം കണ്ടതിനെ കുറിച്ച് അമന്യക്ക് എന്താണ് അഭിപ്രായം? വരൂ. 2 ഗ്രൂപ്പുകാർ കളിച്ചതും എനിക്ക് വളരെ ഇഷ്ടമായി. നേവയുടെ അഭിപ്രായം എന്താണ്? ഒന്ന് പറഞ്ഞാട്ടെ. നല്ല ഭാവമുണ്ടായിരുന്നു. ആരോമലിന്റെ അഭിപ്രായം എന്താണ്? കവിത നന്നായി ആസ്വദിക്കാൻ പറ്റി. ആഹാ. നമ്മുടെ നൃത്താവിഷ്കാരം കാണാൻ വേണ്ടി നമ്മുടെ രക്ഷിതാവും എത്തിയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. രക്ഷിതാവിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാൻ നമുക്ക് ഇങ്ങോട്ടേക്ക് വിളിക്കാം. ടീച്ചർ, എനിക്ക് 2 ഗ്രൂപ്പിലെ കുട്ടികൾ കളിച്ചത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. During break time, when they are ready, children engage in many activities. പാവന വേണും കരകമലാഭ്യ
ധാരയതസ്തവ രൂപം മനസി സദാ മമ വിഹരതി കൃഷ്ണ. This enables the child to achieve various achievements with confidence. നന്മകൾക്കു നിറം കേടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. കണ്ട കണ്ട മാനത്ത് കണ്ട ചക്കിപ്പരുന്തു പറക്കണത്, വെള്ളി മാമല മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ തേരോട്ടം. ടീച്ചർ ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. ആ ചോദ്യങ്ങൾക്കനുസരിച്ച് അനുയോജ്യമായ ഉത്തരം ഒരു സ്റ്റേറ്റാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? വന്ന് ഇതിൽ തൊട്ട് കാണിക്കണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എല്ലാ സ്റ്റേറ്റ്സിനെയും പഠിക്കാൻ സാധിക്കും. നമ്മൾ താമസിക്കുന്ന സംസ്ഥാനം, നമ്മുടെ സംസ്ഥാനം ഏതാ? കേരളം. ഓക്കെ, കേരളം തൊട്ട് കാണിച്ചാട്ടെ. കേരളം ഈ ലിസ്റ്റിലുണ്ട്, ഒന്ന് കണ്ടുപിടിച്ച് എവിടെയാണെന്ന്. ഓക്കെ, കേരളം കണ്ടോ എല്ലാവരും? കണ്ടല്ലേ കേരളം? അതാ ലൈറ്റ് കത്തുന്ന ഇവിടെയാണ് നമ്മുടെ കേരളം. The school also prides itself on providing multiple activities for each learning achievement and ensuring children do them effectively and confidently when they feel like doing it. Student-friendly assessment activities are conducted along with the study so that each learning activity can be done confidently. അമ്മേ, മോളെത്തിയോ? ഹായ് ചേച്ചി. ഹായ് ലയിച്ച. അമ്മേ, ഇന്നത്തെ ദിവസം എന്ത് സന്തോഷമുള്ളതായിരുന്നെന്നോ. അതെയോ? അതെന്താ മോളെ ഇന്ന് ഇത്ര സന്തോഷം? ടീച്ചർക്ക് ഞാൻ ആസ്വാദനക്കുറിപ്പ് എഴുതി കൊടുത്തപ്പോൾ ടീച്ചർ എന്നെ അഭിനന്ദിച്ചു. ആണോ? വളരെ ഭംഗിയായി എഴുതിയെന്നും പറഞ്ഞു. വേറെയും വർക്ക്ഷീറ്റുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതും എനിക്ക് എഴുതണം. സയൻസിന്റെയും കണക്കിന്റെയും വർക്ക്ഷീറ്റ് തന്നതിൽ ഇന്ന് ഞാൻ സയൻസ് ആണ് എടുത്തത്. അതിലൊരു പരീക്ഷണവും എനിക്ക് ചെയ്യാനുണ്ട്, അതെനിക്ക് ഇപ്പോൾ തന്നെ ചെയ്യണം. അതെയോ? പിന്നെന്താ? മോളെ, നിനക്ക് തീ ഊതാ തണയ്ക്കാൻ അറിയാമോ? ഇല്ല ചേച്ചി. എങ്കിൽ ചേച്ചി ഒരു മാജിക് കാണിച്ചു തരട്ടെ. കണ്ടോ തീ അണഞ്ഞത്? എന്ത് സന്തോഷത്തോടാണ് ഇപ്പോൾ ഓരോ പ്രവൃത്തികളും ചെയ്യുന്നത്. ഇത്ര ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുന്ന കുട്ടികളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മോൾക്ക് പഠിക്കാൻ എന്ത് സന്തോഷമാണെന്നോ. പഠിക്കാനേ പറയണ്ട, എല്ലാം അവൾ സ്വയം തന്നെയാണ് ചെയ്യുന്നത്. അത് ശരിയാണ്. മോൾക്ക് എല്ലാ വിഷയങ്ങളും ഇപ്പോൾ വലിയ ഇഷ്ടമാണ്. എന്തായാലും നാട്ടിൽ സെറ്റിലാകുമ്പോൾ മക്കളെയും BOUPSൽ തന്നെ ചേർക്കും. തീർച്ചയായിട്ടും. നാളെ ഞാനും കൂടി വരുന്നുണ്ട് മോളുടെ സ്കൂൾ കാണാൻ വേണ്ടിയിട്ട്. പിന്നെന്താ ഇളയച്ച, ആർക്ക് വേണമെങ്കിലും ഞങ്ങളുടെ സ്കൂൾ കാണാമല്ലോ. ഓരോ ക്ലാസ്സിലും രക്ഷകർത്താക്കൾക്കുള്ള കസേരയും ഇട്ടിട്ടുണ്ട്. HMന്റെ അനുവാദത്തോടെ ക്ലാസ് കാണാനും പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനുള്ള അവസരവുമുണ്ട്. ആഹാ, ഇത് കൊള്ളാലോ. അതാണ് ആ സ്കൂളിന്റെ പ്രത്യേകത. Children go through the process of self-evaluation, mutual evaluation, and parental evaluation. A continuous and comprehensive assessment process in a friendly environment boosts the child's self-confidence. നമസ്കാരം സർ. എൻ്റെ പേര് ശ്രീകുമാർ എന്നാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ദിയയുടെ ഇളയച്ചനാണ്. ദിയയുടെ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു മാഷി വരുമെന്നുള്ളത്. അതെ, പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സ്കൂളിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി ഒന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ മക്കളും കൂടി വന്നിട്ടുള്ളത്. ഓക്കെ. ഇത് ഡോക്ടർ ബിപിൻ തോമസ്, നമ്മുടെ സ്കൂളിലെ സീനിയർ അസിസ്റ്റൻ്റാണ്.
നമ്മുടെ സ്കൂളിലെ പ്രവർത്തനങ്ങളും ടീച്ചേഴ്സിനെ എല്ലാം മാഷ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. ടീച്ചർ, ഇത് 5ാം ക്ലാസ്സിലെ ദിയയുടെ ഇളയച്ചൻ ശ്രീകുമാർ കേരളത്തിന് പുറത്തുനിന്ന് നമ്മുടെ സംസ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളും വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങളെയും കണ്ട് വളരെ ആകൃഷ്ടനായിട്ടാണ് നമ്മുടെ സ്കൂളിലേക്ക് അദ്ദേഹം എത്തിയിട്ടുള്ളത്. എന്താ മക്കളായിരിക്കും? ടീച്ചറെ ഞാൻ റെഡിയാ. ടീച്ചറെ ഞാനും റെഡിയാ. ഓക്കെ, ഇവിടെ ഇരുന്ന് ചെയ്യുന്നോ അതോ വീട്ടിൽ കൊണ്ടുപോയി ചെയ്യുന്നോ? ടീച്ചറെ ഞാൻ വർക്ക് ഇവിടെ ഇരുന്ന് ഇന്റർവെല്ലിന് ചെയ്തോളാം. ഞാൻ സയൻസാ ചെയ്യുന്നത്. ടീച്ചറെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ചെയ്യുന്നു. ശരി, ആയിക്കോട്ടെ. ടീച്ചറെ, ഈ കുട്ടികൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അവർ പരീക്ഷയെ കുറിച്ചാണ് സർ സംസാരിക്കുന്നത്. പരീക്ഷയോ? അതിന് ടൈം ടേബിൾ ഒക്കെ ഉണ്ട്. നമ്മുടെ സ്കൂളിൽ വിദ്യാർത്ഥി സൗഹൃദ വിലയിരുത്തൽ പ്രക്രിയയാണ് നടപ്പിലാക്കുന്നത്. അതായത് കുട്ടി സ്വയം സന്നദ്ധമാകുന്ന സമയത്താണ് നമ്മളിവിടെ വിലയിരുത്തൽ നടപ്പിലാക്കുന്നത്. നമ്മൾ ശീലിച്ചത് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയത്തിന്മേൽ കുട്ടികളെ വിലയിരുത്താനല്ലേ? എന്നാൽ എന്തുകൊണ്ട് കുട്ടികൾ ആഗ്രഹിക്കുന്ന സമയത്ത്, അവർ സന്നദ്ധരാകുന്ന സമയത്ത്, അവർ ഇഷ്ടപ്പെടുന്ന വിഷയത്തിന്മേൽ നമുക്ക് വിലയിരുത്തൽ പ്രക്രിയ നടത്തിക്കൂടാ? അത് ശരിയാ. പക്ഷേ ഇതിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്? ഭയരഹിതമായി പരീക്ഷയെ സമീപിക്കാൻ സാധിക്കും. അത് പ്രധാനപ്പെട്ട ഒന്നാണ്. പണ്ടൊക്കെ പരീക്ഷാ പേടി തന്നെ ഉണ്ടായിരുന്നല്ലോ. പരീക്ഷയ്ക്ക് മുമ്പ് നിരന്തരം അസുഖങ്ങളായിരുന്നില്ലേ കുട്ടികൾക്ക്? ഓരോ പഠന നേട്ടങ്ങൾക്കും ഒന്നിലധികം പഠന മാതൃകകളും ചോദ്യശേഖരങ്ങളും നൽകുക വഴി കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു, പഠന മുന്നോക്കവും ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, നേരനുഭവത്തിലൂടെയുള്ള പഠനമായതിനാൽ കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങളോടും താല്പര്യവും കൂടിയിട്ടുണ്ട്. The student-friendly assessment process of this school is unique in that the teacher can assess the child on the subject on his or her choice at the time of the child's choice, and the child can write the exam. എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ? അഡ്മിഷൻ കാര്യം സമയമുള്ളപ്പോൾ എപ്പോഴാണെന്ന് വെച്ചാൽ വന്നാൽ മതി. ശരി. The innovative concept of student-friendly evaluation process has been effectively implemented by VRUPS Punalur. Through this, the realization of the child is reflected in every activity of the child's daily life.